ഹലോ. ഹലോ രമേശ്, ഞാൻ രാമ. രാമേട്ടാ പറയൂ. അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കിയത് നിങ്ങൾ അന്ന് ദേവി പറഞ്ഞു. താങ്ക്സ്. അതിനെന്താ ഏട്ടാ, അച്ഛനിപ്പോ എങ്ങനെയുണ്ട്? ഇന്നലെ രാത്രി ഐസിയിൽ വെച്ച് വീണ്ടും ഒരു അറ്റാക്ക് വന്ന് അച്ഛൻ മരിച്ചു. ബോഡി കൊണ്ടുവന്നു. അയ്യോ സോറി ഏട്ടാ. പിന്നെ വീട്ടിൽ കുറെ ഗസ്റ്റുകൾ വന്നിട്ടുണ്ട്. എല്ലാവർക്കും കാപ്പി ഇട്ടോണ്ടിരുന്നപ്പോ പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് സിലിണ്ടർ തീർന്നുപോയി. നിങ്ങളുടെ വീട്ടിലെ സിലിണ്ടർ തന്ന ഉപകാരമായിരുന്നു. ദേവിയെ പറഞ്ഞത് ബാക്കി എല്ലാവർക്കും ഫാമിലി ഉണ്ട്, ബാച്ചിലർ അല്ലേ, നിങ്ങളോട് ചോദിക്കാന്ന്. അത് പക്ഷേ കുഴപ്പമില്ലട്ടാ, തരാലോ. പക്ഷേ ഞാനിപ്പോ വീട്ടിലല്ല, താക്കോലും എന്റെ കയ്യിലാ ഇരിക്കുന്നത്. അതുകൊണ്ടെന്താ, കഴിഞ്ഞ ആഴ്ച നിങ്ങളുടെ അമ്മ ഇവിടുന്ന് പോകുമ്പോ നിങ്ങൾ ഓഫീസിലായിരുന്നു എന്ന് തോന്നുന്നു. അതുകൊണ്ട് വീടിന്റെ സ്പെയർ കീ ദേവിയുടെ കയ്യിൽ കൊടുത്തിട്ടാ പോയിരിക്കുന്നത്. നിങ്ങൾ ശരിയെന്ന് പറഞ്ഞാ ഞാൻ മുകളിലേക്ക് പോവാം. ഒരു മിനിറ്റ്, അത് വേണ്ടട്ടാ, ഞാൻ വിളിച്ചു പറയാം. അത് കഴിഞ്ഞ് ചേട്ടൻ പോയാൽ മതി. എന്താ രമേശ്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ലല്ല, പ്രശ്നമായിട്ടൊന്നും ഇല്ല ഏട്ടാ. പക്ഷേ കുറച്ച് എമർജൻസിയാ, അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് പോയാൽ മതി ഏട്ടാ. ശരി രമേശ്, ഞാനൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് പോവാം. അല്ല, നമുക്കങ്ങ് എടുത്താലോ? ചേട്ടന്റെ പെങ്ങള് വരാതെ ബോഡി എടുക്കണ്ട. ഞാൻ ഉദ്ദേശിച്ചത് സിലിണ്ടറാ മോളെ. ആള് വീട്ടിലില്ല, 10 മിനിറ്റ് കഴിഞ്ഞ് പോയി എടുക്കാൻ പറഞ്ഞു. 10 മിനിറ്റിൽ തിരിച്ചു വരുമോ? നാട്ടിലില്ല. പിന്നെ എന്തിനാ 10 മിനിറ്റ്? അല്ല, രാഹുകാലം യമകണ്ടോ നോക്കുന്നുണ്ടോ എന്തോ? മരണ വീട്ടിൽ എന്തിനാ ശകുനം നോക്കുന്നത്? നിന്റെ അച്ഛന്റെ ബോഡി എടുക്കാൻ സമയം നോക്കിയില്ല, എന്നാ സിലിണ്ടർ എടുക്കാൻ സമയം നോക്കുന്നു. ഇതിലെന്തോ സംതിങ് റോങ് ഉണ്ട്. പറയടാ. എന്തോ ഞാൻ പറയുന്നൊന്ന് കേക്ക്. നമുക്ക് ഒരു പ്രശ്നം കൂടെ തുടങ്ങിയിട്ടുണ്ടാ. എന്ത് പ്രശ്നമാടാ? താഴത്തെ വീട്ടിലെ മുത്തശ്ശൻ മരിച്ചു വേണം. അയാൾ ആരാ കൊന്നത്? അയാൾ ആരും കൊന്നതല്ലടാ, അദ്ദേഹത്തിന് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചതാടാ. അദ്ദേഹത്തിന്റെ ബോഡി അവിടെ വന്നിട്ടുണ്ട്. അതെന്തിനാണ് ഇങ്ങോട്ട് വരുന്നത്? എനിക്ക് 2 ബോഡി ഒന്നും നോക്കാൻ പറ്റില്ല. അവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലല്ലടാ, താഴത്തെ വീട്ടിലേക്ക് വന്നിരിക്കുക. നല്ലതല്ലടാ, നാറ്റം വന്ന പോലെ ഏത് ബോഡിന്നാ വരുന്നെന്ന് അറിയില്ലല്ലോ. പ്രശ്നം ഇപ്പൊ ബോഡിയിലല്ല, പ്രശ്നം ഇപ്പൊ അദ്ദേഹത്തിന്റെ മകനാ. അവരുടെ വീട്ടിൽ ഗ്യാസ് തീർന്നു പോയെന്ന്, അതുകൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് സിലിണ്ടർ എടുക്കാൻ വേണ്ടി വരികയാണ്. അപ്പൊ താക്കോലോ? അത് അമ്മ അവിടെ കൊടുത്തിട്ട് പോയി. എടാ ദ്രോഹി, താക്കോൽ അവന്റെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ ബോഡി അവനോട് നോക്കാൻ പറഞ്ഞുകൂടായിരുന്നു. എന്നെ വിളിച്ചേ? കട്ടയും പടവും മണയിരിക്കുമ്പോ കോമഡി അടിച്ചാണ് നിന്നെ കൊന്നുകളാ ഞാൻ. നീ ഒരു കൊലപാതകയെ പോലെ സംസാരിക്കുന്നടാ. ശരിടാ, ഇനി ഞാൻ പറയുന്ന കേക്ക്. ഇപ്പൊ ടൈമില്ല, അവരെപ്പോ വേണമെങ്കിലും വരും. എന്തോന്ന്? നീ ഇപ്പൊ വീട് അകത്തുനിന്ന് കുറ്റിയിട്ടിരിക്കല്ലേ? അതെ. ദയവ് ചെയ്ത് നീ ആ ബോഡി എവിടെയെങ്കിലും ഒന്ന് ഒളിപ്പിച്ചു വെക്കേ. എവിടെ ഒളിപ്പിക്കാനാടാ? നീ ഒരു കാര്യം ചെയ്യും, എന്റെ റൂമിൽ ഒരു ലോഫ്റ്റ് ഇല്ലേ, ആ ലോഫ്റ്റിൽ ബോഡി ഒളിപ്പിച്ചു വെക്കേ. അതായിരിക്കും സേഫ്. ലോഫ്റ്റോ? ബോഡിയുടെ ഒപ്പം നീ ഒന്ന് ഒളിച്ചിരുന്നു. എടാ, എനിക്ക് പേടിയാവുന്നടാ. ഞാൻ പറയുന്ന കേക്ക്. യു ക്യാൻ ഡു ഇറ്റ്. പേടിയാണ് ഏറ്റവും വലിയ ബലഹീനത. പേടിച്ച പണി പാളും. ശവത്തെ കുത്തുവാനോടാ? അവര് വന്ന 10 മിനിറ്റിൽ ഇറങ്ങും. ഡാടാ രമേശ്, രമേശ്, അയ്യോ.